ജീവിതത്തിൽ യാത്രകളാണ്. എവിടെ പോയാലും ഞാനിവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാലും യാത്രയാണ്, തിരിച്ച് വരുന്നതും യാത്രയാണ്. എൻ്റെ യാത്ര തീരുന്നൊരു സമയമുണ്ട്. വി ഹാവ് അവർ ഓൺ ടൈം. ദൈവം അനുവദിച്ചിരുന്ന ടൈം. ആ യാത്ര പോകുമ്പോൾ നമ്മൾ ധാരാളം ദുരനുഭവങ്ങൾ കാണും, ധാരാളം സന്തോഷാനുഭവങ്ങൾ കാണും. ഈ യാത്രകൾ അവസാനിക്കുമ്പോൾ നമ്മുടെ ജീവിതം അവസാനിക്കുന്നു. എറണാകുളം നഗരത്തിലെ ഗാന്ധിനഗറിൽ ഒരു ചെറിയ ചായക്കട നടത്തിയിരുന്ന വിജയനും അദ്ദേഹത്തിൻ്റെ ഭാര്യ മോഹനയും തങ്ങളുടെ ചെറിയ വരുമാനം കൊണ്ട് 25-ലേറെ രാജ്യങ്ങൾ സന്ദർശിച്ച കഥകൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ ഒരിക്കലെങ്കിലും വായിച്ചറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ശ്രീ വിജയന്റെ വാക്കുകളാണ് തൊട്ടുമുൻപ് നമ്മൾ കേട്ടത്. ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ഈ ലോകത്തില്ല. സഫലമായ അവരുടെ ജീവിതത്തെക്കുറിച്ചും വർഷങ്ങൾക്ക് മുൻപ് തയ്യാറാക്കിയ അവരെക്കുറിച്ചുള്ള ഇൻവിൻസിബിൾ വിങ്സ് എന്ന ഡോക്യുമെൻ്ററിയുടെ സംവിധായകൻ ഹരി എം മോഹൻ നമ്മളോട് സംസാരിക്കുന്നു. അവരുടെ യാത്രകളെക്കുറിച്ചും യാത്രയ്ക്ക് പുറകിലെ അവരുടെ ഫിലോസഫിയെക്കുറിച്ചും. നിങ്ങൾ കേൾക്കുന്നത് പോഡ്കാസ്റ്റ് ബൈ അരവിന്ദ് ചന്ദ്രശേഖർ. ഞാൻ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്ന 2 പേര്. അപ്പം അതിലെന്താണ് പുതുമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരവരുടെ ജോലി ചെയ്യുന്നു, അതിൽ നിന്നുള്ളൊരു സമ്പാദ്യമായിട്ട് അവർ യാത്ര ചെയ്യുന്നു. വിജയനും മോഹനും. ഹരി തയ്യാറാക്കിയ ഡോക്യുമെന്ററിയിലൂടെയാണ് ഞാൻ ആദ്യം ഇത് കാണുന്നത്. എവിടെയോ ഒരു കേട്ട് പരിചയമുണ്ട്, പക്ഷെ ഹരിയുടെ ഡോക്യുമെന്ററിയിലൂടെയാണ് ഈ 2 മനുഷ്യരെ ഞാൻ പരിചയപ്പെടുന്നത്. അതിനുശേഷമാണ് ഞാൻ അവരുടെ കടയിലേക്ക് പോകുന്നത്. ഒരു ചെറിയ കട, അതിൽ ചായ, മറ്റുള്ള ചെറിയ പലഹാരങ്ങൾ, ഒരു സാധാരണ കേരളത്തിൽ കാണുന്ന ഒരു ചായക്കടയും. എനിക്കപ്പോൾ തോന്നി, എങ്ങനെയാണ് ഹരി ഈ ഡോക്യുമെന്ററിയിലേക്ക് എത്തിയതെന്നുള്ളതാണ്. സാധാരണ നമ്മളൊരു ഡോക്യുമെന്ററി എന്ന് പറയുമ്പോൾ അതിനൊരു നിയതമായ രീതികളൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ വിജയനെയും മോഹനെയും പോലുള്ള 2 പേരെ എങ്ങനെ ഒരു ഡോക്യുമെന്ററിയുടെ കഥാപാത്രങ്ങളാക്കണമെന്ന് ഹരി എന്ന് തീരുമാനിച്ചു, അല്ലെങ്കിൽ ഹരി എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? ഞാൻ ആദ്യമായിട്ടൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അതിനു മുമ്പ് അവരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും അങ്ങനെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഇത് തോന്നി. കാരണം പലരും പല കാര്യങ്ങളും ചെയ്യുന്നു. കുറേയധികം മനുഷ്യന്മാരെ കാണുന്നുണ്ടല്ലോ എപ്പോഴും, ഈ പറഞ്ഞ പോലെ യാത്രകളിലും എല്ലാത്തിലും നമ്മൾ കാണുന്നുണ്ട്. ഫിലിം മേക്കിംഗ് ആയത് കാരണം തന്നെ സ്റ്റോറീസ് എപ്പോഴും നമുക്ക് താല്പര്യമുള്ള ഒരു ഏരിയ ആണല്ലോ. അപ്പം പലരെയും കാണുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം ഇങ്ങനെ ഇവരുടെ കടയിൽ പോയി ഇവരെ കണ്ടു കഴിഞ്ഞപ്പം, ആ കണ്ട നിമിഷം അങ്ങോട്ട് കയറുന്ന സമയത്ത് ഇവരുടെ ചെറിയ കടയിൽ കുറെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ടാവും യാത്രകളുടെ. അപ്പം ആവപ്പാടെ ഒരു 5-6 പേർക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന ഒരു കടയായിരുന്നു ആ സമയത്ത്. ഇപ്പോഴും ചെറുത് തന്നെയാണ്. അത് കയറി നമ്മൾ കാണുമ്പം നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നു, അല്ലെങ്കിൽ ഓടുന്നു, കാശുണ്ടാക്കാനായിട്ടും, അല്ലെങ്കിൽ സമയമില്ലെന്ന് പറഞ്ഞും, അല്ലെങ്കിൽ പല പല സ്ട്രെസ്സുകളുമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചെറിയ ചായക്കടയിൽ നിന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഇത്രയും രാജ്യങ്ങൾ സഞ്ചരിച്ചു എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരാൾ ചായ അടിച്ചുകൊണ്ട് നിൽക്കുന്ന കാണുമ്പോൾ ഒരിക്കലും ഒരാൾ വെറുതെ അങ്ങ് ചെയ്തു പോകുന്ന ഒരു സംഭവം അല്ലത്. ഇപ്പം വിജയൻ ചേട്ടനും മോഹനമ്മയും 2 പേരോടെ കടയിലുണ്ട് ആ സമയത്ത്. അപ്പൊ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും, ഈ കാണുന്നതൊന്നുമല്ല ഇവരുടെ ജീവിതം. ഈ ജീവിതത്തിന് ഭയങ്കരമായിട്ടുള്ള അടിത്തറ ഉള്ളത് കാരണം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ചിട്ടയുള്ളത് കാരണമാണ് ഇതെല്ലാം സാധിക്കുന്നു എന്നുള്ളൊരു സാധനം മനസ്സിൽ കയറുന്നുണ്ട്. പക്ഷെ ഇവരെ കണ്ടപ്പോൾ എനിക്ക് തോന്നി, എന്തെങ്കിലും ഇത് ഞാൻ കേട്ടതോ അല്ലെങ്കിൽ ഈ ചിത്രങ്ങളിൽ കാണുന്നതോ അല്ലെങ്കിൽ അന്ന് വരെ വന്നിട്ടുള്ള പത്രങ്ങളിലെ കുറിച്ച് എഴുതിയിട്ടുള്ളതോ ഒന്നുമല്ല. ഇവരെന്താണ്, അല്ലെങ്കിൽ മോനാമ്മയും അല്ലെങ്കിൽ വിജയൻ ചേട്ടന്റെ മനസ്സിൽ ആ അടിത്തറ എന്താണെന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ആഗ്രഹം എനിക്കപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഡോക്യുമെന്ററിയിലേക്ക് എത്തുന്നത്. ഹരി എങ്ങനെയാണ് ഈ ഡോക്യുമെന്ററിയുടെ ഒരു സ്ക്രിപ്റ്റിംഗ് അല്ല ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കുമ്പം, സാധാരണ ഒരുപാട് കഥകൾ പറയാനുള്ള ആളുകൾ, അല്ലെങ്കിൽ അവരവരുടെ കർമ്മരംഗത്ത് പ്രവർത്തിച്ച് വലിയ പരിചയമുള്ള ആൾക്കാർ, പക്ഷെ ഇവർ 2 പേരും സാധാരണക്കാരാണ്. അവർക്ക് പോയ രാജ്യങ്ങളെക്കുറിച്ച് പറയാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ അങ്ങനെ ഒരു വലിയ ആലങ്കാരികമായി പറയാനൊന്നും അറിയാത്ത ആൾക്കാരാണല്ലോ.
അപ്പൊ അതെങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൽ അവരുടെ കഥ മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടി അവരെ എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തത്? കഥ എന്തിനാ പറയുന്നത് എന്നുള്ളൊരു സംഭവം എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. എന്തിനാണ് ഞാനൊരു കഥ പറയുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഒരു സിനിമ അല്ലെങ്കിൽ ഡോക്യുമെന്ററി ഒരു മ്യൂസിക് വീഡിയോ എടുക്കുന്നത്? അതിനെപ്പോഴും ഒരു ഉത്തരവുണ്ട് എൻ്റെ മനസ്സിൽ. അപ്പം പ്രത്യേകിച്ച് വിജയൻ ചേട്ടനും മോഹനാമ്മയുടെയും കഥ പറയാൻ തീരുമാനിക്കുമ്പോൾ തന്നെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ചായ അടിക്കുന്ന ഒരാൾക്ക് ഇത് ചെയ്യാമെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഏതൊരു മനുഷ്യനും എന്തും ഞാനിത് കാശുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. ട്രാവൽ, വിദേശത്ത് യാത്ര ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ ബിസിനസ് ചായക്കട അടച്ചിട്ട് പോകണം എന്നൊക്കെ പറയുന്നത് നമ്മളെ ലോകത്ത് ഉള്ള എല്ലാരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാശ്, സമയം, ഫാമിലി, അല്ലെങ്കിൽ ആളുകൾ എന്ത് പറയും എന്നൊക്കെ പറയുന്ന തോന്നൽ ഇതെല്ലാം ഉണ്ട്. ഇതിന്റെ വിഷ്വലോ അല്ലെങ്കിൽ ഇദ്ദേഹം പറയാൻ പോകുന്നത് എന്താണെന്നോ ഒന്നും ആ സമയത്ത് അറിയത്തില്ല. ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ, ഇത് പറഞ്ഞാൽ ഇത് കാണുന്ന ആളുകള് സാധാരണക്കാരോ അല്ലെങ്കിൽ എത്ര വലിയ ഉദ്യോഗസ്ഥരോ കാശുകാരോ ഏത് രീതിയിലാണെങ്കിലും സമൂഹത്തിന്റെ ഏത് തട്ടിൽ ഫിനാൻഷ്യലി ജീവിക്കുന്ന ആളുകളാണെങ്കിലും ഇത് മനസ്സിലാവുക മാത്രമല്ല, അവരുടെ സ്വന്തം എന്താണ് ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്നത് അതിനെ ഫോളോ ചെയ്യാൻ ചിലപ്പം പ്രേരിപ്പിച്ചേക്കും എന്ന് പറയുന്ന തോന്നൽ മാത്രമാണ്. ആ തോന്നൽ അത്രയും സ്ട്രോങ് ആകുമ്പോഴാണ് നമ്മളതിലേക്ക് ചാടുന്നത്. അത്രയും അറിയാം, അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കൂടുതൽ ഇമ്പാക്ട്ഫുൾ ആകുമെന്ന് തോന്നലാണ്. ആ സമയത്ത് ഇതിന്റെ വരുംവരാഴികളോ ഇത് എങ്ങനെ വരുമെന്നോ എന്താ പറയാൻ പോകണമെന്നോ എനിക്ക് സത്യമായി ഒരു പ്രൊജക്ട് ചെയ്യുമ്പോഴൊന്നും എനിക്ക് അറിയത്തില്ല എന്താണ് പക്ഷെ മനസ്സിലുള്ള ഒരു ഇതുണ്ടല്ലോ, ഇത് പറഞ്ഞാൽ ഇങ്ങനെയാണ് പറയാൻ പോണേ, എന്തിനു വേണ്ടി ഇത് പറയുന്നു എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് എപ്പോഴും മനസ്സിലുണ്ടാവും. ഇതിനു വേണ്ടിയാണ് ഈ സിനിമ പറയുന്നത്, അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഡോക്യുമെന്ററി പറയുന്നത് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അങ്ങനെയാണ് തുടക്കം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരിക്കലും നമ്മുടെ മനസ്സിലുള്ള ജാറ് ഫുള്ളാക്കിയിട്ടല്ലല്ലോ കയറി ചെല്ലുന്നത്. ഇതൊക്കെ ചെയ്യാം, ഇങ്ങനെയൊക്കെ വരും, ഇതൊക്കെ കിട്ടും, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, അതൊന്നുമല്ല. നമ്മൾ അവരുടെ ജീവിതത്തിലേക്കാണ് കയറുന്നത്, അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിന്റെ ജീവിതത്തിലേക്കാണ് കയറുന്നത്. ആ കടയിലേക്ക് ചായ കുടിക്കാൻ കയറുകയാണ്. അതിനുശേഷം അദ്ദേഹമായിട്ടുള്ള അല്ലെങ്കിൽ അമ്മയായിട്ടുള്ള അവരുടെ ഫാമിലി ആയിട്ടുള്ള ബന്ധം, അവരെ മനസ്സിലാക്കല്, ഇതൊക്കെ പതുക്കെ തുടങ്ങിയ വലിയൊരു പ്രോസസ്സ് തന്നെയായിരുന്നു അത്. അപ്പൊ അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്. ആ സമയത്ത് എന്താണ് ചെയ്യാൻ പോകണമെന്നോ, ഇപ്പൊ നമ്മൾ ട്രഡീഷണലി ഒരു പ്രൊജക്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ഇത് ഇത്ര ദിവസം കൊണ്ട് തീർക്കാം, ഇത്ര കാശ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡോക്യുമെന്ററി എങ്ങനെ ചെയ്യാന്നൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ചിന്തിക്കത്തില്ല. എന്താ വെച്ചാൽ എൻ്റെ ഉള്ളത് സമയം മാത്രമാണ്, ഇല്ലാത്തതും സമയം തന്നെയാണ്, അതെല്ലാവരുടെയും. പക്ഷെ ഞാൻ പ്രൊജക്ടിന്റെ കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞ കാര്യം ഞാൻ ഒരിക്കലും അതിനൊരു ക്ലോക്ക് വെച്ച് നിയന്ത്രിക്കാറൊന്നുമില്ല. കാരണം അതിൻ്റെതായ ഒരു പാത്തുണ്ട്. അപ്പൊ അങ്ങനെ അങ്ങ് പോയി കിട്ടിയതാണ് ഇതെല്ലാം. ഹരി, ബേസിക്കലി നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റിൽ വരുമ്പം ഒന്ന് അവരുടെ സമയം നമുക്ക് വേണം. രണ്ടാമത്തേത് പല ഉയർന്ന ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും അങ്ങനെ അല്ലെങ്കിൽ ഒരുപാട് തിരക്കുള്ള ആൾക്കാരും ഒക്കെ എപ്പോഴും പറയുന്നത്, ഞാൻ മാറി നിന്നാൽ എൻ്റെ ബിസിനസ് അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും നടക്കില്ല, അതുകൊണ്ട് എനിക്ക് തിരക്കാണ്. പക്ഷെ ഏറ്റവും സാധാരണക്കാരായ ഇവർ രണ്ടുപേരും അവരുടെ ഏക ഉപജീവന മാർഗമായ കട അടച്ചിട്ട് വരെ ഈ ഒരു ഡോക്യുമെന്ററിക്ക് വേണ്ടി സഹകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അവർക്ക് ഇതിലൊക്കെ എങ്ങനെയാണ് എത്തിപ്പെടാൻ പറ്റുക? വിജയൻ ചേട്ടനും മോഹനാമ്മയ്ക്കും അവർ ചെയ്യുന്ന കാര്യത്തിൽ ഉറച്ച വിശ്വാസമുണ്ട്. എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് ചായക്കടയിൽ ചായ കൊടുക്കുന്നത് മാത്രമല്ല, അതൊരു വളരെ കൃത്യമായ സേവനം പോലെയാണ് കാണുന്നത്. കാര്യം അന്ന് അവിടെ ഉണ്ടായിരുന്ന പ്രൈസിങ് അല്ലെങ്കിൽ സ്വന്തം ഉഴപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ അധ്വാനം, രണ്ടുപേരുടെ അധ്വാനം കൊണ്ട് തന്നെയാണ് അവിടെ ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് കൊടുക്കുന്നു, എന്ത് ക്വാളിറ്റിയിൽ കൊടുക്കുന്നു എന്ന് പറയുന്ന ഭയങ്കരമായിട്ടുള്ള, അപ്പം ആ വിശ്വാസമുണ്ട് ആളുകളിലേക്കുള്ള. അല്ലെങ്കിൽ നമ്മളവിടെ വരുന്ന ആളുകൾ ഇവിടെ വന്ന് കയറി ഭക്ഷണം കഴിച്ച് തിരിച്ചു പോരുക എന്നൊക്കെ പറയുന്നതിൽ വിശ്വാസം ഭയങ്കര കൂടുതലാണ് അവരുടെ. അപ്പം നമ്മളൊരു 4 or 5 ദിവസമോ അല്ലെങ്കിൽ 10 ദിവസമോ 20 ദിവസമോ മുടക്കിയിട്ട് പോയി കഴിഞ്ഞാലും തിരിച്ചു വരുമ്പോൾ അവിടെ ആളുണ്ടാവും എന്നുള്ള വിശ്വാസം എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ അത്രയും അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. അതിന് പതിരില്ലാത്ത സമയത്താണ് നമ്മൾ ഫ്രീ ആവുള്ളൂ. നമ്മളെ ആസ്വദിച്ചാണ് ചെയ്യുന്നത്. നമ്മളൊരു ചായ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ അത് ആസ്വദിച്ച് തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്കറിയാം. പിന്നെ വിജയൻ ചേട്ടൻ മോഹനാമ്മ രണ്ടുപേരും, ഞാൻ വിജയൻ ചേട്ടൻ പറയുമ്പോഴും മോഹനാമ്മേന്റെ ഉള്ളിലുണ്ട് കേട്ടോ, ഒരു പേര് പറയുന്നുള്ളൂ. ഇവര്
ഈ സമയത്ത് ജീവിക്കുന്ന വിജയന്റെ ഇൻവെസ്റ്റ്മെന്റ്സിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാല് ഞാൻ പോയില്ലെങ്കിൽ ഒന്നും സംഭവിക്കാനില്ലെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താ വെച്ചാല് ഈ പാസ്റ്റ്, ഫ്യൂച്ചർ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രസന്റ്, അപ്പൊ നമ്മൾ പറയും ചിലരുടെ ഹോപ്പ്ഫുൾ ആയിട്ട് ജീവിക്കും, മറ്റ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ പോവാണ്, അതാണ് ഇതാണ് ആഗ്രഹങ്ങളെല്ലാം മനസ്സിലുണ്ടാവും. പക്ഷെ ഇപ്പൊ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വളരെ സന്തോഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നാളെ നമ്മൾ എഴുന്നേറ്റാലല്ലേ മറ്റേ പോകാനോ ചെയ്യാനോ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ ഈ ഒരു കാര്യം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതിനും ചെയ്യുക. ആ കാര്യങ്ങളൊക്കെ സ്വരുക്കൂട്ടി വരുമ്പോൾ അപ്പൊ നമുക്ക് നാളെ എങ്ങോട്ടെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ പോവാം എന്നുള്ള ആ ഒരു രീതി ഇദ്ദേഹത്തിന് എപ്പോഴും ഉണ്ട്. രണ്ടുപേർക്കും ഫിലോസഫി. അതെ, വളരെ സിമ്പിളാണ് അരുണ്ട്. ഭയങ്കര സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ കാടുകൾ ചിന്തിക്കുകയൊന്നും വേണ്ട. ആ മനസ്സിന് ആ ദിവസം ആ സമയത്ത് സന്തോഷം വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അത് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ യാതൊരു രീതിയിലും കാര്യം എന്നാൽ പിന്നെ കുറച്ച് കാശുണ്ടാക്കാൻ സ്ഥലക്കച്ചവടം ചെയ്താലോ, എന്നാൽ പിന്നെ അവിടെ ചെയ്ത് വാടകയ്ക്ക് കൊടുത്താൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ ചെയ്യുന്ന പണിയിൽ എനിക്ക് വിശ്വാസമുണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എത്ര വേണം, എന്താ ജീവിതത്തിൽ വേണ്ടേ എന്നൊക്കെ ഒരു അടിവരയിട്ട ഒരു സിദ്ധാന്തം ഉണ്ട് രണ്ടുപേർക്കും, വിജയനും മോഹനാമ്മയ്ക്കും രണ്ടുപേർക്കും. അപ്പൊ അത് കാരണം എന്ത് വേണമെന്ന് നമ്മള് ജീവിതം എന്താണെന്നും ജീവിക്കുന്നത് എന്തിനാണെന്നും ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കി എത്രയും നേരത്തെ മനസ്സിലാക്കുന്നോ പിന്നെയും അതില് ചേഞ്ചസ് ഉണ്ടാവും, പുതിയ പുതിയ കാര്യങ്ങൾ കടന്നു വരും. പക്ഷേ നമുക്കൊരു ചെറിയ ബേസ് കിട്ടുകയാണെങ്കിൽ അവിടെ കഴിഞ്ഞു. പിന്നെ നമ്മൾ എല്ലാം നമ്മുടെ ലൈഫിന്റെ മോട്ടോ ആയിട്ട് നമ്മൾ തട്ടിച്ചു നോക്കും. ഒരാള് വന്ന് കയറുമ്പം അല്ലെങ്കിൽ ഒരു കാര്യം നമ്മളിലേക്ക് വരിക, ഇത് എടുക്കണോ വേണ്ടയോ അല്ലെ ഇത് ചെയ്യണോ വേണ്ടയോ, വളരെ സിമ്പിളാണ്. അത് നമ്മൾ വിശ്വസിക്കുന്ന ഒരു മോട്ടോ, ഞാൻ വിശ്വസിക്കുന്ന സിദ്ധാന്തം, അതുമായിട്ട് തട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് നല്ലതാണ് പക്ഷെ എനിക്കിപ്പോ വേണ്ട എന്ന് പറയുന്ന ഒരു രീതിയൊക്കെ ഉണ്ട് അതിനകത്ത്. അങ്ങനെയൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു. എനിക്ക് തോന്നുന്നു അവര് ഹരി പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ മാധ്യമങ്ങളിലൊക്കെ അവരെ കുറിച്ച് എഴുതുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഹരിയുടെ ഡോക്യുമെന്ററി വന്നു. അതിനുശേഷം ഇന്റർനാഷണൽ വ്ളോഗേഴ്സ് അവരെ വന്ന് ഇന്റർവ്യൂ ചെയ്യുന്നു. എനിക്കൊന്ന് മരിക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം വരെ അവരെ കുറിച്ച് മീഡിയ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മരണത്തിന് തൊട്ട് മുമ്പ് വരെ അല്ലെങ്കിൽ ഓർമ്മിക്കാവുന്ന അതിനടുത്ത ദിവസം വരെ കാണുമ്പോൾ ഇവരുടെ ഒരു പ്രശസ്തിയുടെ ഗ്രാഫ് ഉണ്ടല്ലോ. പലപ്പോഴും ഫെയിമിലേക്ക് ആളുകൾ എത്തുമ്പം ആളുകളുടെ ക്യാരക്ടറിന് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഹരി അവരെ കാണുന്നത് മുതൽ ഹരി അവസാനം കണ്ടത് എനിക്ക് ഉറപ്പാണ്, ആ ഒരു മരണത്തിന് തൊട്ട് മുമ്പ് വരെയൊക്കെ കണ്ടിട്ടുണ്ട്. ആ സമയങ്ങളിൽ ഇവർക്ക് എങ്ങനെയാണ് ഇവരുടെ ഒരു ആ വ്യക്തികൾ ഒരിക്കലും മാറാതെ എങ്ങനെ പോകാനായിട്ട് അവരെ സഹായിച്ചത് എന്തായിരിക്കാം? ഈ വീട്ടില് അമ്മമാര് ഭക്ഷണം വിളമ്പി തരത്തില്ലേ? നമ്മള് ചെറുപ്പത്തിൽ വിളമ്പി തരുന്നത് നമ്മൾ കളക്ടറായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഓസ്കാർ ഒക്കെ മേടിച്ചിട്ട് തിരിച്ചു വന്ന് വീട്ടിൽ വരുമ്പോഴും വിളമ്പി തരുന്നത് എങ്ങനെയാ? ആ അമ്മ തന്നെയാണ് വിളമ്പി തരുന്നത്. ആ സ്നേഹം ആണ് ശരിക്കും ഇതിന്റെയൊക്കെ അടിസ്ഥാനം, മനസ്സിലായില്ലേ? അപ്പൊ ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. വെച്ചാല് സ്നേഹത്തോടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും. ആ സ്നേഹം അങ്ങോട്ട് കൊടുക്കുന്നതിനാണ് തിരിച്ചു കിട്ടുന്നുള്ള ബോധം അവർക്ക് രണ്ടുപേർക്കും ഉണ്ട്. 2013 കണ്ടിട്ട് ഈ സമയം വരെ ഇന്ന് വരെ അമ്മയ്ക്കോ വിജയൻ ചേട്ടനോ രണ്ടുപേർക്കും ഒരു ഇത്തിരി മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുടിയിലോ അല്ലെങ്കിൽ സ്കിന്നിലോ വരുന്ന ചെറിയ ചുളിവുകളോ അല്ലെങ്കിൽ മറ്റേ നരയോ ഒക്കെ ആയിരിക്കും. അതിന് അപ്പുറത്തോട്ട് വേറൊരു രീതിയിലും തോന്നിയിട്ടില്ല. നമ്മൾ പടം എടുത്തു, 2014 എടുത്തു, 15, 16 വരെ. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ സ്ഥിരം പോവുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു മാറ്റം നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. എന്നോട് മാത്രമല്ല കേട്ടോ, നമ്മളെ സ്പെഷ്യലായിട്ട് കാണുന്നൊന്നുമല്ല. അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഒരു കടയിൽ ചെല്ലുന്ന ഒരാളെ പോലെ തന്നെ എപ്പോഴും അങ്ങോട്ട് പോകുന്നത്. പക്ഷേ ചെന്ന ദിവസം തൊട്ട് ഇപ്പൊ വരെ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന, ഇന്ന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മയോട് കുറേ സംസാരിച്ചു, ഉഷയിച്ചേട്ടും മുരളിച്ചേട്ടനോട് ഇങ്ങനെ സംസാരിച്ച് പോരും. അപ്പം നമ്മൾ ഞാൻ എൻ്റെ ഒരു ബന്ധു വീട്ടിൽ പോകുന്ന പോലെയാണ് എപ്പോഴും അങ്ങോട്ട് പോകുന്നത്. അല്ലാണ്ട് ഇതിനെപ്പുറത്തിട്ട് ഒരു വ്യത്യാസവും ഇല്ല. ഈ അത് നമ്മളെപ്പോഴും ചോറ് വിളമ്പി തരുന്ന അതിൻ്റെ ഒരു സുഖം, ആ ഒരു സ്നേഹം അവരുടെ മനസ്സിലെപ്പോഴും ഉണ്ടല്ല. ആ സ്നേഹം കൊടുക്കുമ്പം അത് തിരിച്ചു കിട്ടും എന്ന് നമുക്കും അറിയാം. കിട്ടുമോ കിട്ടില്ല രണ്ടാമത്തെ കാര്യം, ആരുടെയിൽ നിന്ന് കിട്ടുന്നു ആരുടെയിൽ നിന്ന് കിട്ടത്തില്ല എന്നൊക്കെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അതൊക്കെ ഇവരുടെ ഒരു ലൈഫിന്റെ സിംപ്ലിസിറ്റി. ഹരി ഈ ഒരു ഡോക്യുമെന്ററിക്ക് ശേഷം ഹരി ഇത് ഫീച്ചർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി പല
മാർഗങ്ങളും ചെയ്തു. സൈക്കിളിൽ പ്രൊജക്ടറുമായിട്ട് ഗ്രാമങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അതായത് ആളുകൾ കൂടുന്നിടത്തും ഇത് കാണാൻ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കോൺഷ്യസ് ആയിട്ടുള്ള ഒരുപാട് എഫേർട്ട് നടത്തി. ഞാനൊക്കെ അങ്ങനെയാണ് ഹരിയുടെ ഈ ഒരു പ്രദർശനം കണ്ടത്. ഞാൻ 2 പ്രാവശ്യം ഹരി ഇത് ഷോക്കേസ് ചെയ്തപ്പോൾ 2 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു എഫേർട്ട് എന്തായിരുന്നു? ബേസിക്കലി അതൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് തന്നെയായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ചെലവ് കുറഞ്ഞ മാർഗം ആ ഒരു സമയത്ത് ഒരുപാട് യാത്ര ചെയ്തു? അതിന്റെ ഒരു എന്താണ് അതിന്റെ ഒരു മോട്ടീവ് എന്താണ്? കാര്യം വിജയൻ ചേട്ടന്റെ ജീവിതം നമുക്കിപ്പം ഇന്റർനെറ്റ് വളരെ സുലഭമായി ആകുന്ന സമയം 2013-14 ഇങ്ങനെ കിട്ടുന്ന ഒരു സമയമാണ് എല്ലാവർക്കും അത്യാവശ്യം. പക്ഷെ ആ സമയത്തും ഒരിക്കലും നമ്മൾ ഈ എത്ര നേരത്തെ ഒരു മെസ്സേജ് ആളുകളിലേക്ക് എത്താവോ അത്രയും നേരത്തെ എത്തുക എന്നുള്ളതാണ്. അപ്പം ഇദ്ദേഹത്തിനെ പോലെ ഇങ്ങനെ ഒരു വളരെ സാധാരണക്കാരനായ ഒരാളുടെ ജീവിതം അത് ഏറ്റവും സാധാരണ രീതിയിലും അല്ലെങ്കിൽ ഏറ്റവും സാധാരണക്കാരിലേക്ക് എത്തണം. നമ്മൾ ഒരിക്കലും ഈ അടുത്തെങ്കിലും അവരിലേക്ക് എത്താൻ ചാൻസ് ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളിലേക്ക് എനിക്ക് എൻ്റെ രീതിയിൽ എത്തിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പടം അത് കുറേയൊക്കെ പ്യൂർലി ഫിലിം ഡിപ്പെൻഡൻ്റ് ആണ് കേട്ടോ. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എന്താണ് എന്ന് ഉദ്ദേശമുണ്ടല്ലോ, എന്താ പറഞ്ഞില്ലേ, ഇന്നതാണ് ഉദ്ദേശം, അല്ലെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ ജീവിക്കും, അല്ലെങ്കിൽ സൗകര്യങ്ങൾ എന്താ, സ്വാതന്ത്ര്യം എന്താ, എന്താണ് ജീവിതം എന്ന് മനസ്സിലാക്കാതെ വെറുതെ ജോലി എടുത്ത് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആളുകളുടെ അടുത്തോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ ആളുകളൊക്കെ ഇത് കൊണ്ടു ചെല്ലുമ്പം അവരെങ്ങനെയാണ് ഇതിനെ പ്രതികരിക്കുന്നത് എന്നൊരു ഇതുണ്ട്. അപ്പം അങ്ങോട്ട് ചെല്ലാൻ ആര് വേണമെങ്കിലും പോയി തട്ടി വിളിക്കാൻ ഏറ്റവും കാരണം ഞാൻ ട്രാവൽ ചെയ്തത് തമിഴ്നാടിന്റെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിലാണ് ട്രാവൽ ചെയ്തത്. അതുകൊണ്ട് മലയാളം പടമാണ്. അപ്പം തീരെ ഗ്രാമങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ മലയാളം അക്സെപ്റ്റ് ചെയ്യും, അങ്ങനെ ഒരു പേടിയൊന്നുമില്ല. അപ്പൊ ചെല്ലുന്നു, ഇത് കാണുന്നു, കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ജീവിതം ഇങ്ങോട്ട് പറയുമ്പോഴുള്ള സുഖം അത് ഭയങ്കര വലുതാണ്. അപ്പൊ ഇവർക്ക് സാധിക്കുമെന്ന് അല്ലെങ്കിൽ ഇവർക്ക് പലതും പറ്റുമെന്നും ഇങ്ങനെയൊക്കെ ജീവിക്കാമെന്നും ഒക്കെ നമ്മുടെ കൺമുന്നിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സുഖം ഉണ്ടായിരുന്നു അതിന്. അപ്പം ആ എഫേർട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അത് സൈക്കിൾ യാത്ര. 2 രീതിയിൽ ഇത് യൂട്യൂബ് ചാനലിൽ കോപ്പി ബുക്ക് ഫിലിംസിന്റെ പേരിൽ ഇത് കാണിച്ചിരുന്നു. 8 ലക്ഷത്തിനടുത്ത് ആൾക്കാർ ഈ ഒരു ഇത് കണ്ടിട്ടുണ്ട്. 2015 അത് അപ്ലോഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നേരിട്ടും ആളുകളെ കാണിച്ചിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് ഹരി പ്രതീക്ഷിക്കാത്ത എന്തൊക്കെ അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? അല്ലെങ്കിൽ ഹരിയെ പോലും ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വിചാരിക്കാത്ത രീതിയിലുള്ള 2-3 ഉദാഹരണങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെ പറയാൻ പറ്റും? എനിക്ക് കുറെ ഉണ്ട് അരവിന്ദ് അങ്ങനെ പറയണത്. പക്ഷെ യാത്രകളിൽ വിജയൻ ചേട്ടനിൽ നിന്ന് യാത്രകൾ കുറെ എന്തൊക്കെയാന്ന് കുറെ കേട്ടിട്ടുണ്ട്. പക്ഷെ യാത്രകൾ ചെയ്യുമ്പം ഉള്ള അനുഭവങ്ങൾ ഭയങ്കര വലുതാണ്. കാരണം ഞാനൊരു തമിഴ്നാട്ടിൽ ഏതാ സ്ഥലം എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല, ഒരു 5-6 മണിയൊക്കെ ഉണ്ടാവും, വൈകുന്നേരം 6 മണിയൊക്കെ ആ സമയത്ത് സൈക്കിൾ ഇനിയൊരു 40 കിലോമീറ്റർ ഏതാണ്ട് സൈക്കിൾ ചവിട്ടണം അടുത്ത സ്ഥലത്തേക്ക്, നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്താനായിട്ട്. അപ്പൊ നമ്മൾ മുൻകൂട്ടി ഇങ്ങനെ ഈ കുറെ പേര് വിളിക്കും, ഇവിടെ താമസിക്കാം. അങ്ങനെയൊക്കെ താമസിക്കുമ്പം അങ്ങനെ പോയി ഒരു വളരെ വിജനമായ ഒരു ഇതാണ്, അവിടെ വലിയ ആൾക്കാരൊന്നുമില്ല. അപ്പൊ കുറച്ച് ഒരു 3-4 പിള്ളേർ കരിക്ക് വിൽക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്, കരിക്ക്. അപ്പം ഞാൻ സൈക്കിളിലാണ് ചെല്ലുന്നത്. അവരുടെ ഒരു ഫാന്റസി, അവർ കാണുമ്പോൾ ഇതെന്താ ഇവിടുന്ന് വരുന്നത്, കേരളത്തിൽ നിന്ന് വരുന്നതെന്നൊക്കെ പറയുമ്പോൾ ഒരു സുഖം, അയ്യോ എന്നെ അന്തമായി ഇപ്പടി വരുന്നത് എന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കുന്നു. അപ്പൊ ഞാൻ പറയില്ല, ഇതിങ്ങനെ ഒരു ഫിലിമാണ്. അപ്പൊ ചെറിയ പൊടിപ്പിള്ളേരാണ്, ഒരു 7 വയസ്സ് 8 വയസ്സ് അങ്ങനെയൊക്കെയുള്ള പ്രായമുള്ള പിള്ളേരാണ്. ഇവന്മാരെ കാണിച്ച ഇവർക്ക് അപ്പൊ ഞാൻ ഇവരുടെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയാണ് വിജയൻ ചേട്ടൻ ഒരാളുടെ പടമാണ്, ഇങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി ട്രാവൽ ചെയ്യുന്നൊക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞ്. അപ്പൊ അതിനകത്തൊരു പയ്യനുണ്ട്, ഇത് പടമായിട്ട് റിലേറ്റഡ് അല്ല കേട്ടോ, പടം കണ്ട് കുറെ അധികം ആളുകളുണ്ട്, പക്ഷെ അത് യാത്രകളുടെ സുഖമാണ് പറയണത്. അതിനകത്തൊരു 6 ഏകദേശം ലൈറ്റൊക്കെ പോയി തുടങ്ങി ആ സമയത്ത്, 6-6:30 സമയമായി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഒരു 8-7 വയസ്സുള്ള പയ്യനോട് പറയണം, അണ്ണാ നീ ഇന്നേക്ക് പോവണ്ട, ഇപ്പൊ ലൈറ്റ് അവിടെ ഒന്നും ലൈറ്റ് ഇല്ല, ഈ റോഡിലൊന്നും ലൈറ്റ് ഇല്ല, അപ്പൊ ഒരു കാര്യം എന്റെ വീട്ടിലോട്ട് വാ, അവിടെ താമസിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ നിന്റെ വീട്ടുകാരോട് ചോദിക്കണ്ടേ? വേണ്ടെന്നാ വാങ്ങ, നീങ്ക എന്ത് പടം അവരെ കാമിച്ചാ പോകുന്നു. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, ഇവർക്ക് ഇങ്ങനെ വിളിക്കാനുള്ള സ്ട്രെങ്ത്
അത് ഭയങ്കര സംഭവമാണ് അത് അങ്ങനെയൊക്കെ അപ്പം ഇങ്ങനത്തെ ആളുകളെ കണ്ടുമുട്ടുക എന്നുള്ളതായിരുന്നു ഒരു ഇത് മറ്റേ ആ സൈക്കിളുമായിട്ട് യാത്ര ചെയ്തതിന്റെ ഒരു സാധനമായിരിക്കും ചിലപ്പോൾ. പക്ഷെ എന്നിട്ട് ഞാൻ ഇവരുടെ വീട്ടിൽ പോയിട്ട് ഇവരുടെ ആ സ്ഥലത്തുള്ള ഗ്രാമം എന്ന് പറയുന്നില്ല, ആ ഏരിയയിലുള്ള കുറെ പേര് ആ പിള്ളേരെല്ലാം സംഘടിപ്പിച്ച് അവരുടെ സ്ക്രീൻ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടു കഴിയുമ്പോൾ ഇവർക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. അത് നമ്മൾ പറഞ്ഞും കൊടുക്കും ചില കാര്യങ്ങൾ, അതങ്ങനെയാണ്, ചില സെന്റൻസ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. അപ്പം ഇവര് പറയുന്നത് വെച്ചാൽ ഇത് വെള്ളക്കാർക്ക് പറ്റുന്ന പരിപാടിയാണെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്കും എല്ലാം പറ്റൂല്ലോ ഇതൊക്കെ. ഇത് ഫോറിനേഴ്സിന് മാത്രമൊക്കെയാണ് ഇങ്ങനെ പറ്റുന്നത്. വെള്ളക്കാർ നിറയെ പേര് അപ്പൊ എന്നെയും കോട്ട് ചെയ്തവര് സൈക്കിളിൽ ഇങ്ങനെ വെള്ളക്കാർ പോകുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവര് ചെയ്യുന്നതും ഈ പറഞ്ഞ പോലെ കുറെ പേര് വരുമ്പം ഇവര് പറയും, ഇവര് മറ്റേ പല സ്ഥലത്ത് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഈ ഫോറിനേഴ്സ് എന്തൊക്കെ ചെയ്യുന്നേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെയൊക്കെ അറിയുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഒരു ചെറിയ ജോലികൾ ചെയ്തിട്ടും യാത്രകൾ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ പോകാൻ പറ്റുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ എന്നൊക്കെ ഒരു ഇതുണ്ട്. അപ്പൊ അത് ഭയങ്കര അവർ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അങ്ങനെ കുറെ ഉണ്ട് അരവിന്ദ്, കുറെ ഈ പറഞ്ഞ പോലെ ഫിലിം കണ്ടിട്ട് ഇഷ്ടംപോലെ രീതിയിലുള്ള അത് ഒരു സമയത്ത് ചിലപ്പം ആ സമയത്ത് തന്നെ ഉണ്ടാവണമെന്നില്ല. ഇത് ഭയങ്കര നമുക്കിപ്പോ അരവിന്ദിനോട് ഒരു കാര്യം എനിക്ക് പറയാൻ തോന്നുന്ന നിമിഷമാണ് ഞാനത് പറയേണ്ടത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം അതിന് ഒരു ഔട്ട്പുട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. പക്ഷെ ആ ഒരു സീഡ് അത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിടക്കും. എന്നുപോലെ തന്നെയാണ് ഈ നമ്മളിപ്പോ ചെയ്യുന്ന സിനിമകളൊക്കെ. ഇന്ന് നമ്മളിപ്പോ കാണിക്കുന്ന ഇൻവിസിബിൾ വിങ്സ് ഇപ്പൊ ഒരാൾ കണ്ട് അപ്പോ ഇത് ഒരു സംഭവമാണ് ശരി എന്നൊക്കെ പറഞ്ഞ് പോവും. പക്ഷെ മനസ്സിൽ കയറും എപ്പോഴെങ്കിലും, ഇത് എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചു വരും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് എൻ്റെ ഒരു കൊളീഗ് അവര് പറഞ്ഞു, ഞാൻ യാത്ര തുടങ്ങുന്നത് യൂറോപ്പിൽ നിന്നേ തുടങ്ങുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അവര് കുറെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലാണ് അവര് ജനിച്ചതും പഠിച്ചതും, പിന്നീട് കേരളത്തിലേക്ക് വന്നു. പക്ഷെ അവര് പറഞ്ഞു, ഇനി എൻ്റെ ഒരു യാത്ര ഞാൻ തുടങ്ങുന്നത് യൂറോപ്പിൽ നിന്നായിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ കാരണം? അപ്പൊ പറഞ്ഞു അതല്ല, എൻ്റെ ഒരു യാത്ര എപ്പോഴും അങ്ങനത്തെ ഒരു സ്ഥലത്തായിരിക്കണം എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട്, കേരളത്തിനകത്ത് എത്രയോ സ്ഥലങ്ങളുണ്ട്, പോയിക്കൂടാ? അപ്പൊ അവർ പറഞ്ഞു അങ്ങനെയല്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ ഇൻവിസിബിൾ വിങ്സ് ഞാൻ അവരെ കാണിച്ചു. അതിനുശേഷം അവർ ആ തീരുമാനം മാറ്റി. എനിക്ക് മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം കേരളത്തിനകത്ത് തന്നെ അവർ ട്രാവൽ ചെയ്തു. പിന്നീട് കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലേക്ക് പോയി. പിന്നീട് അവരെന്നോട് പറഞ്ഞു അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം ഞാൻ അത് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിലെ 3-4 വർഷങ്ങൾ പോയേനെ എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് കോവിഡ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ആ സമയത്ത് നമ്മളൊക്കെ ഇങ്ങനെ വീടുകൾക്കകത്ത് ഇരിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് എന്തുകൊണ്ട് നമ്മൾ ഇതൊക്കെ നേരത്തെ ചെയ്തില്ല എന്ന് പലരെയും ചിന്തിപ്പിച്ചത്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു കമ്പനിയിൽ, IT കമ്പനിയിൽ ഇത് കാണിച്ചു. അപ്പൊ മുമ്പേ ചോദിച്ചില്ലേ ഇവര് മാറിയിട്ടുണ്ട് ഇവരുടെ ഫിലോസഫി. എനിക്ക് വിചാരിച്ചിരുന്നത് പഠിക്കാൻ കഴിഞ്ഞെന്ന് വെച്ചാല് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ 100% ആത്മാർത്ഥത, അത് നന്നായിട്ടാണ് ചെയ്യുമെന്നുള്ള വിശ്വാസം ഉള്ളത് കാരണമാണ് ആളുകൾ തിരിച്ചു വരുന്നതും ഇവർ കടമടക്കിയിട്ട് പോയാലും തിരിച്ച് വരുന്നതൊക്കെ. അപ്പോൾ ഒരു വലിയൊരു IT കമ്പനിയിൽ ഇത് കാണിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കാനായിട്ട് എപ്പോഴും ഇൻവൈറ്റ് ചെയ്യും. പറഞ്ഞതെന്നു വെച്ചാൽ ഞാൻ വിചാരിക്കുന്നത് പഠിച്ചതെന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നിമിഷമാണ് നമുക്ക് ജീവിക്കാനുള്ളത്. ഇപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും. ഇപ്പൊ ഒരു സാധനം ബ്രേക്ക് വേണം, അല്ലെങ്കിൽ നമ്മൾ ജോലിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഒരാൾ മാത്രമല്ലല്ലോ ജോലി ചെയ്യുന്നത്, കുറെ പേര് കൂടിയാണ് ജോലി ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു സമയത്ത് ബ്രേക്ക് എടുക്കണമെന്ന് തോന്നി, നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ചിലപ്പം ഈ പറഞ്ഞ പോലെ ബേൺ ഔട്ട് ചെയ്തൊക്കെ ഇരിക്കുന്ന സ്റ്റേജ് ആയിരിക്കും. നമ്മൾ അവിടുന്ന് നിർത്തുക, കുറച്ച് ദിവസം എങ്ങോട്ടെങ്കിലും മാറി തിരിച്ചു വരുമ്പം നിങ്ങളുടെ ജോലി അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയാൽ നിങ്ങളുടെ ആവശ്യമില്ലാത്ത ഒരാളായിരുന്നു എന്ന് വിചാരിച്ചാൽ മതി. അപ്പം അങ്ങനെ ആവശ്യമില്ലാതെ നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെ ആവശ്യമുള്ളിടത്ത് നമ്മൾ പതുക്കെ പൊക്കോണം. അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ സ്ട്രെസ്ഡ് ആവത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്ട്രെസ്ഡോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം ഇതിൽ എന്തോ പന്തികേട് നമുക്ക് ഉണ്ടായിട്ടാണ് ഈ സാധനം. നമ്മൾ തൂങ്ങിപ്പിടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. കാര്യം തൂങ്ങിപ്പിടിച്ച് നിന്നാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇന്റേണലി ഉണ്ടാകുന്നത്, പലർക്കും പലതും കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ഇന്റേണലി ഉണ്ടാകുന്ന ഡാമേജുകൾ നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞ് ഇപ്പൊ തിരിച്ചു വരുമ്പോ അങ്ങനെ ഇല്ല. അപ്പൊ ആ സമയത്ത് അതിന്റെ VPയും അതിനകത്തുണ്ട്. അപ്പൊ ഇദ്ദേഹം VP ആണെന്ന് നമുക്ക് അറിയത്തില്ല. അങ്ങനെ എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഒരു മെയിലോ അല്ലെങ്കിൽ വിളിച്ചൊക്കെ പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ പുള്ളി അത് കഴിഞ്ഞിട്ട് അനൗൺസ് ചെയ്തു, മെയിൽസ് വന്നു, ഇഫ് യു വാണ്ട്
ടു ടേക്ക് എ വെക്കേഷൻ ഓർ ഡു സംതിങ് ആൻഡ് യു കൻ ഗോ ഔട്ട് ആൻഡ് കം ബാക്ക് എന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നെന്ന് പറഞ്ഞു. അത് കുറച്ച് രസമായിട്ട് തോന്നി എനിക്ക്. ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു കമ്പനി ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആ ഒരു നമ്മുടെ ഡോക്യുമെന്ററിക്ക് അല്ലെങ്കിൽ ആ സ്റ്റോറിക്ക് പറ്റി, അല്ലെങ്കിൽ അവരുടെ യാത്രകൾക്ക് അൾട്ടിമേറ്റ്ലി വിജയന്റെയും മോഹനയുടെയും യാത്രകൾക്ക് പറ്റി എന്നുള്ളത് തന്നെയാണ് അല്ലേ? അല്ല, അവരുടെ ജീവിതം പല രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. നമ്മള് പലതും അറിയുന്നുണ്ട്. പല മെയിൽസും എപ്പോഴും ഒരു മാസത്തിൽ 2 മെയിൽ വെച്ചൊക്കെ മിക്കപ്പോഴും വരും, പല ആളുകളിൽ നിന്നൊക്കെ വരാറുണ്ട്. പലരും ചിലപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ടാവും അരവിന്ദ്, ഭയങ്കര റിയലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ നിമിഷത്ത് ആ സമയത്ത് ആ സാഹചര്യം ചിലപ്പോൾ അനുവദിക്കുന്നുണ്ടല്ലോ പലരും ചെയ്യാനായിട്ട്. പക്ഷെ ഇവൻച്വലി നമ്മുടെ മനസ്സിലൊരു ഐഡിയ പ്ലാൻഡ് ആയി കഴിഞ്ഞാൽ, നമ്മൾ ഇതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പതുക്കെ അതിലേക്ക് എത്തും. ചിലപ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് പെട്ടെന്ന് കയറി പോകലൊന്നും ആയിരിക്കത്തില്ല. അതിനൊരു സമയം കൊടുത്തിട്ട് അങ്ങോട്ട് മാറുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഹരി, ഈ ഒരു ഡോക്യുമെന്ററി ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 7 വർഷങ്ങളാകുന്നു. പക്ഷെ മറ്റൊരു ഭാഷയിലേക്ക് ഇത് കൊണ്ടുപോകണം. ഒരുപാട് ഇന്റർനാഷണൽ മീഡിയയും അല്ലെങ്കിൽ നാഷണൽ മീഡിയയും ഒക്കെ സംസാരിക്കുമ്പോഴും ഇതൊരു മറ്റൊരു ഭാഷയിലേക്ക് കൊണ്ടുപോകണമെന്ന് തോന്നിയിട്ടില്ലായിരുന്നു? പ്രത്യേകിച്ച് തമിഴിന്റെ ഒക്കെ ഉള്ള വർക്കുകൾ ഇപ്പൊ നടക്കുന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ല, എൻ്റെ ഈ ഫിലിം എടുത്ത സമയം തൊട്ടുള്ള ആഗ്രഹമാണ് ഇത് ഇന്ത്യയിലുള്ള എല്ലാ റീജിയണൽ ലാംഗ്വേജിലും പോകണമെന്നുള്ളത്. നമ്മളിപ്പോൾ എഴുതി വെച്ചത് 2015 തന്നെ എഴുതി വെച്ചിട്ടുള്ളതാണ് ഈ തമിഴ്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് ആ സമയത്ത് ഇത് ആ സമയമുണ്ടല്ലോ നമുക്ക് ഈ പറഞ്ഞ പോലെ മനസ്സിൽ, എനിക്ക് എപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ മനസ്സിൽ വരുന്ന സമയത്തേ ചെയ്യുള്ളൂ. ഇപ്പം ഇന്നത് ഹോട്ടാണോ നാളെ ഇതാണോ അങ്ങനെയൊന്നും എൻ്റെ മനസ്സിലില്ല. കാരണം ഇപ്പോഴാണ് അതിൻ്റെ സമയം വന്നിട്ടുള്ളത്. അപ്പം വളരെ കൃത്യമായിട്ട് രാജാറാണി പാണ്ഡ്യൻ എന്ന് പറയുന്നൊരു അദ്ദേഹത്തിനെ കണ്ടുപിട്ടി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മനുഷ്യനാണ്. അപ്പം അങ്ങനെ അത് ശ്രമം നടത്തിയപ്പോൾ അദ്ദേഹം വന്നു, അപ്പൊ അദ്ദേഹം ചെയ്തു. അപ്പൊ അങ്ങനെ ഇത് കഴിഞ്ഞു. ഇത് ലാംഗ്വേജുകൾ മനസ്സിലാണെന്ന് പറയുന്നത്, ഇതിപ്പോ നമ്മളിപ്പോ ഒരു മലയാളം ഒരു ഡോക്യുമെന്ററി ചെയ്തത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഉണ്ട്. അതായത് അപ്പോഴും നമ്മള് മലയാളികളെയും ഇംഗ്ലീഷ് മനസ്സിലാവുന്ന ആളുകളെ മാത്രമേ കാറ്റർ ചെയ്യുന്നുള്ളൂ എപ്പോഴും. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാല് ഈ വിജയൻ ചേട്ടൻ പറയുന്ന കാര്യങ്ങള് ആ സെൻസിൽ മനസ്സിലാകാൻ റീജിയണൽ ലാംഗ്വേജസ് തന്നെ വേണം. ആ റീജിയണൽ ലാംഗ്വേജ് കേൾക്കുമ്പോൾ ഉള്ളൊരു എസൻസ് കഥയിൽ കിട്ടത്തില്ല. കഥ എന്താ, ഒന്നുമില്ല. അല്ലാതെ 2 പേര് ചായക്കട നടത്തുന്നു, ഒരു വിദേശ യാത്ര പോയി, ഇത് കൂടുതൽ എന്താണുള്ളത്. പക്ഷെ പറയുന്ന കാര്യങ്ങൾ ഒരു ലൈഫ് ടൈമിൽ പകർത്താനുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അത് അവർക്ക് കൃത്യമായിട്ട്, അപ്പൊ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തൊരു മനുഷ്യനാണ് ഈ സൈക്കിളിൽ ട്രാവൽ ചെയ്തിട്ട്. കാരണം ഞാനത് കുറെ സമയമെടുത്തും ഈ കഥയുടെ അപ്പുറത്തുമുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശ്ചര്യവും അല്ലെങ്കിൽ ഫേസിലുള്ള എക്സ്പ്രഷൻസും ഒക്കെ മാറ്റം ഉണ്ടാവും പല കാര്യങ്ങളും ഒക്കെ. അപ്പം ഇത് ഈ ഒരു റീജിയണൽ ലാംഗ്വേജിൽ സ്വന്തം ഭാഷയിൽ കേൾക്കുമ്പോൾ ഇത് മനുഷ്യന്റെ കഥയാണല്ലോ. ഇവിടെ കേരളത്തിൽ ഒരു ചെറിയൊരു സ്ഥലത്ത്, എറണാകുളത്ത് ഒരു സ്ഥലത്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ കഥയാണ് പറയണേ. ആ മനുഷ്യന് സാധ്യമാണ് എന്ന് സാധാരണക്കാരോട് പറയാൻ അവരുടെ ലാംഗ്വേജ് തന്നെ പറയുമ്പം അതിലുണ്ടാകുന്ന ഒരു ഔട്ട്പുട്ടും പോസിറ്റിവിറ്റിയും ഒക്കെ ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഇതാവും. ഇപ്പം ഒരു മെസ്സേജ് എത്രയും നേരത്തെ എത്തിക്കുക, അല്ലെങ്കിൽ ആ സമയമാണ് നമ്മളെപ്പോഴും ഈ സമയത്താണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അടുത്തടുത്തുള്ള ലാംഗ്വേജുകൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് വലിയൊരു ഭാരിച്ച പണി തന്നെയാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ നമ്മൾ ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കറാണ്. അപ്പം ഇതിനകത്ത് ഇഷ്ടംപോലെ ഫിനാൻഷ്യൽ കാര്യങ്ങളും, അല്ലെങ്കിൽ ഇപ്പോഴും പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് വിങ്സിന്റെ കടം എനിക്ക് തീർന്നിട്ടൊന്നുമില്ല. ഇപ്പം വിജയൻ ചേട്ടൻ പറയുന്നല്ലോ, ഇത് 10-15 ലക്ഷം രൂപ യാത്രയ്ക്ക് ചിലവായി. അതിന്റെ അത്ര തന്നെ ഞാൻ ഈ ഫിലിമിന് മുടക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരിക്കലും ഒരു ഫണ്ടഡോ സ്പോൺസേർഡോ അല്ലെങ്കിൽ നമ്മുടെ കാശുണ്ടായിട്ട് ചെയ്യുന്നില്ല. ആ ആഗ്രഹമുണ്ട്. ഇത് ഒരു സാധാരണ ഒരു കഥയോ ഒരു ജീവിതമോ, ഈ ജീവിതം പറയപ്പെടേണ്ട ജീവിതമാണ്. എത്രയോ ജീവിതങ്ങൾ കാണുന്നുണ്ട് അരവിന്ദ്. നമ്മളെല്ലാവരും ഇപ്പോൾ അരവിന്ദ് പറഞ്ഞ പോഡ്കാസ്റ്റിൽ 2000 പേര് 3000 പേര് എത്രയോ ജീവിതങ്ങൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ആ മലയിൽ ചാടി കുതിക്കുന്ന ഫീൽ വരാത്തത്? എന്നാ വെച്ചാല് ചില ജീവിതങ്ങൾ പറയുമ്പം ഇതിനകത്ത് വിജയന്റെ ജീവിതത്തിൽ എല്ലാം ഉണ്ട്. അതായത് സൊസൈറ്റി ഉണ്ട്, കാശുണ്ട്, ഫാമിലി ഉണ്ട്, അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാത്തിനും ഇൻക്ലൂസീവ് ആണ് ഇവരുടെ ജീവിതം. അപ്പൊ അങ്ങനെ പോകുന്നൊരു ജീവിതം പറയുക തന്നെ വേണം. അപ്പൊ അത് പറയുന്ന സമയത്ത് ഇത് എന്താണ്, ഏതാണ് അതിന്റെ ഔട്ട്പുട്ട്, എന്താണ് ഇതിന്റെ നമുക്കുള്ള ലാഭം എന്താണ്, നഷ്ടം എന്താണെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. അല്ല, ബേസിക്കലി അവരുടെ അവരുമായിട്ട് ഈ ഒരു റീജിയണൽ ലാംഗ്വേജിൽ എടുക്കുന്നത് കാരണം അത് സാധാരണക്കാരൻ അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും സന്തോഷം കിട്ടുന്നത് എന്നറിയോ, നമ്മള് ബീഹാറിൽ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അതിൽ പല സ്റ്റേറ്റുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പല സ്ഥലത്ത് ട്രാവൽ ചെയ്യുമ്പോൾ
ജീവിതത്തിന്റെ ക്വാളിറ്റി, അതായത് നല്ല നല്ല ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അറിയാതെ ജീവിക്കുന്ന ഇപ്പോഴും ഈ നൂറ്റാണ്ടിൽ ഈ സമയത്ത് നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളെ കാണുമ്പോൾ അവരുടെ ആ ചെറിയ കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാ വെച്ചാൽ എല്ലാ ഏജ് ഓഫ് പ്രായം കൂടിയ ആൾക്കാരും അല്ലെങ്കിൽ സ്ട്രഗ്ലിങ് എന്ന് പറയുന്ന ഒരു സമയം. എൻ്റെ ഏജ്, ഇപ്പൊ നമ്മുടെയൊക്കെ ഏജിൽ സ്ട്രഗിള് പ്രശ്നമില്ല, കുഴപ്പമില്ല, പോട്ടെ, സ്ട്രഗിൾ ചെയ്യാം. പക്ഷെ മനസ്സും ശരീരവും കയ്യില്ലാത്ത സമയത്ത്, അതായത് ഇപ്പം ചെറിയ കുട്ടികളായിരിക്കും അല്ലെങ്കിൽ വളരെ ഇവരുടെയൊക്കെ ജീവിതം ചില സമയത്ത് കാണുമ്പോഴേ, അപ്പൊ എനിക്ക് തോന്നുന്നു ഇവർക്ക് ഈ ഏറ്റവും ചെറുപ്പത്തിലെ ഈ പറഞ്ഞ പോലെ ലൈഫിന്റെ ഏറ്റവും എസെൻസ് കിട്ടിയിരുന്നെങ്കിൽ ആളുകൾക്ക് എല്ലാവർക്കും എന്ത് സന്തോഷമായിട്ട് ആളുകൾ ജീവിക്കും. അപ്പൊ അതിലുള്ള ഒരു ചെറിയൊരു മാർഗമാണ് ഈ പറയുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ കഥകൾ മനുഷ്യന്മാരുടെ. അത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചെല്ലുമ്പം വളരെ, ഇപ്പൊ ബുദ്ധന്റെ അല്ലെങ്കിൽ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ബുദ്ധൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇഷ്ടംപോലെ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഗുരുദേവൻ മലയാളത്തിൽ മാത്രം സംസാരിച്ചിട്ട് മനുഷ്യനാണ്, സംസ്കൃതം മലയാളം. പക്ഷേ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു പോകുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ ഇത് എത്തണം. അല്ലെങ്കിൽ ഗുരുദേവൻ ഉണ്ടായിരുന്നു, ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് മാത്രമല്ലാതെ എന്ത് ചെയ്തു എന്ന് അറിയത്തില്ല. ബുദ്ധൻ ഇന്നത് എന്ത് ചെയ്തു എന്ന് ആർക്കറിയാം? ക്രിസ്തു എന്ത് ചെയ്യുന്നു എന്തറിയാം? ക്രിസ്തു ഇങ്ങനെ സംഭവം വന്നു, ഇങ്ങനെയൊക്കെ പിടിച്ചു. ആ ലാംഗ്വേജുകൾ വിവർത്തനം ചെയ്തുകൊണ്ടാണ് ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി ഇത് ഇന്ന കാര്യങ്ങളാണ് ചെയ്തത്, ബൈബിൾ ചെയ്തത്, ഗീത ചെയ്തതെല്ലാം ചെയ്തത്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും. ഇപ്പൊ എനിക്ക് അമ്മ ക്യാൻസർ വന്ന സമയത്ത് ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്ക് സദ്ഗുരുവിനെ ആ സമയത്ത് കേൾക്കുമായിരുന്നു. സദ്ഗുരുവിന്റെ കാര്യങ്ങൾ വളരെ വളരെ എൻലൈറ്റൻ ആയിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എന്താ എന്താ സ്പിരിച്വൽ ഗാങ്സ്റ്റർ എന്നൊക്കെ ഇടയ്ക്ക് പറയും നമ്മള്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ചില സ്ഥലം കേൾക്കും. ആ എന്നാ വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഈ ചങ്കറപ്പി എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ചില കാര്യങ്ങൾ അങ്ങനെ പറയണം, ആ പറയുന്നതിനൊരു സ്പാർക്കുണ്ട്. അതുപോലെ കിട്ടുകയാണെങ്കിൽ, അപ്പൊ ഞാൻ അമ്മ ഈ അസുഖം വന്ന് കിടക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ചില ചേട്ടന്മാർ നമ്മുടെ മലയാളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം കേൾക്കാൻ പറ്റും. ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത എനിക്ക് ഭയങ്കര കൂടുതലാണ്. എപ്പോഴും എനിക്കത് പോയിട്ടില്ല ഇതുവരെ. ഞാൻ എപ്പോഴും അല്ലെങ്കിൽ സദ്ഗുരുവിന്റെ ഒക്കെ ഈ ഓഡിയോകളൊക്കെ മലയാളത്തിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവർ കേൾക്കാം. കാര്യം പലവട്ടം കേട്ടിട്ടുള്ളതും നമുക്ക് അറിയുന്നതും മനസ്സിലായ കാര്യങ്ങളാണ് ഇവർ പിന്നെയും പറയുന്നത്. പക്ഷെ പറയുന്ന രീതിയുണ്ട്, പറയുന്ന മനുഷ്യനുണ്ട്. അപ്പം അതുപോലെ തന്നെയാണ് വിജയൻ ചേട്ടനല്ലേ. ചേട്ടൻ പറയുന്നത് എന്താ? ചെയ്തിട്ടാണ് പറയുന്നത്, ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്, വിശ്വസിച്ച കാര്യങ്ങളാണ് പറയുന്നത്. ഈ കാര്യങ്ങള് സാധാരണക്കാരൻ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതൊരു മനുഷ്യൻ കേൾക്കുമ്പോഴും അവിടെ കാശുണ്ട്, സമയമുണ്ട്, ഫാമിലി ഉണ്ട്, സൊസൈറ്റി പ്രശ്നങ്ങളുണ്ട്, എല്ലാ ചട്ടക്കൂടിൽ നിന്നൊരു മനുഷ്യൻ ചെയ്യുമ്പോൾ അപ്പൊ പിന്നെ നമ്മളും എന്താ വ്യത്യസ്തരായിട്ടില്ലേ? ഒന്നുമില്ലല്ലോ, എല്ലാവരും സെയിം അല്ലേ, എല്ലാവർക്കും തരുന്ന ഒരേ ഊർജ്ജമല്ലേ. അപ്പം കിട്ടിയ ബേസ് മാത്രമാണ്, ആ ഉണ്ടാക്കിയെടുത്ത ബേസിന് മാത്രമേ പ്രശ്നം. കാര്യം എന്തുകൊണ്ടാണ് വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി യാത്ര ചെയ്യണമെന്ന് തീരുമാനിച്ചത്? അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലും അങ്ങനെ ഒരു വ്യക്തിപരമായ അനുഭവങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാശി വരാനുള്ള ഒരു കാരണം അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, വിജയൻ ചേട്ടൻ വിദേശങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ യാത്രകൾ ചെയ്തിട്ടുള്ളത് കന്യാകുമാരിയിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഏറ്റവും കൂടുതൽ അതിനുശേഷം പോയിട്ടുള്ളത് തിരുപ്പതിയിലോട്ടായിരിക്കും. പക്ഷെ ഇനിഷ്യലി ഏറ്റവും ആദ്യ സമയത്തൊക്കെ അദ്ദേഹം എറണാകുളത്തോട്ട്, ചേർത്തല എറണാകുളത്തോട്ട് സൈക്കിളോട്ട് വരികയും പിന്നെ ഏറ്റവും കൂടെ ആദ്യത്തെ ട്രാവലുകളൊക്കെ കന്യാകുമാരിയിലേക്കായിരുന്നു. എന്താ വെച്ചാൽ അത് ഒരു മനുഷ്യൻ ജനിക്കുമ്പം, സച്ചിൻ ടെണ്ടുൽക്കർ ജനിക്കുമ്പോൾ അറിയുമോ അദ്ദേഹം ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നത്? 3 വയസ്സ് 4 വയസ്സിലേക്ക് ക്രിക്കറ്റ് എടുത്ത് ഇറങ്ങുക എന്ന് പറഞ്ഞ പോലെ ഇരിപ്പുറയ്ക്കാത്തൊരു മനസ്സുണ്ട്. അദ്ദേഹത്തിനെ ഇരുത്തമുള്ളവനാക്കിയത് അമ്മയാണ്, അതായത് മോഹനാമ്മയാണ്. അതായത് ഒരു സ്ഥലത്ത് വന്ന്, കാരണം അദ്ദേഹത്തിന് ഡ്രീം വലുതായി തുടങ്ങിയ ഇത് പറഞ്ഞിട്ടുണ്ട്. എന്നു വെച്ചാൽ തിരുപ്പതി നിൽക്കുന്ന സമയത്ത്, അമ്പലത്തിനുള്ളിൽ നിൽക്കുന്ന സമയത്ത് മേലോട്ട് നോക്കുമ്പോൾ ഒരു പ്ലെയിൻ പോകുന്ന സമയത്ത് ഇതിലൊരു ദിവസം കയറണമെന്ന് എന്തോ പറഞ്ഞപ്പോ അടുത്ത് നിന്നൊരാൾ വന്നു, നമ്മൾ കൂടെ പോകുന്ന ഒരാൾ വന്നു, ഇതൊക്കെ വലിയ വലിയ ആൾക്കാർക്കുള്ള, നമുക്കൊന്നും പറ്റിയവരാണ്. അവർ ഒറ്റ വാശിയിലാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നിട്ട് മോഹനാമ്മയോട് നമുക്ക് പെട്ടെന്ന് ഇവിടെ എങ്ങോട്ടെങ്കിലും പോകണമായിട്ട് അന്ന് പാസ്പോർട്ടൊക്കെ ശരിയാക്കുന്നു, ഒരു ഏജൻസി പോയിട്ട് വിസ എടുക്കുന്നു, അങ്ങനെ പോകുന്നു. അതാണ് ഫസ്റ്റ് ഒരു ഫ്ലൈറ്റ്.
അതായത് വിദേശത്തോട്ട് പോകുന്ന സംഭവം. അതിനു മുമ്പ് ട്രാവൽ അദ്ദേഹത്തിന് മനസ്സിലുള്ളതാണ്. അത് ഇൻബോൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പം അതെപ്പോഴും ഞാൻ പറയും, ഒരിക്കലും നമ്മുടെ ഡ്രീംസ് വലുതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിന്റെ പ്ലാൻ എന്ന് പറയുന്ന അമ്മയുണ്ടായിരുന്നു. അതായത് അത് കൃത്യമായിട്ട് സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്യുക, കാശ് സ്വരുക്കൂട്ടി വെക്കുക എന്നൊക്കെ പറയാൻ സംഭവം. അപ്പം യാത്ര എപ്പോഴും അദ്ദേഹത്തിന്, അപ്പൊ അമ്മേനെ അല്ല, ഇപ്പം മോഹനാമ്മേനെ അല്ല കണ്ടുമുട്ടിയിരുന്നെങ്കിൽ വിജയചേട്ടൻ ഇപ്പോഴും ട്രാവൽ ചെയ്യുമായിരുന്നു. ചിലപ്പം അത് ഏത് തരത്തിലുള്ള ട്രാവലാണ്, ഇപ്പം നമ്മൾ അറിയുന്ന ട്രാവലാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇപ്പോഴും ഉണ്ടാവും. കാര്യം ആ ഊർജം മാത്രം പോരാ, അതിന് കൃത്യമായിട്ടൊരു പ്ലാനും കൂടെ വേണം. ആ പ്ലാനും ആ പിടുത്തവും ഒക്കെ അമ്മയുണ്ട് പുറകിൽ. രണ്ടും കൂടെ ചേർന്നിട്ടാണ് ശരിക്കും. ഒരിക്കലും വിജയചേട്ടനെന്ന് മാത്രം എനിക്ക് പറയാൻ പറ്റത്തില്ല. ഒരു സമയത്ത് പോലും ആഗ്രഹമുണ്ട് മനുഷ്യന്. ഈ പറയുന്ന പോലെ ആ ശക്തി അല്ലെങ്കിൽ ഇതിന്റെ ബാലൻസിന് രണ്ടുപേരും അങ്ങോട്ടുകൊണ്ട് വേണമെന്ന് തോന്നിയിട്ടില്ല. കാരണം ഒരിക്കലും യാത്രകൾ പൂർണ്ണമാകാതെ അദ്ദേഹം യാത്ര ചെയ്യും, ഇന്ത്യയിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ഒക്കെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരുന്നേനെ. അത് ചിലപ്പം ഇത്ര രാജ്യങ്ങളുടെ എണ്ണമൊന്നും പറയാൻ ചിലപ്പോൾ ഉണ്ടായേന്നില്ലെന്ന് എനിക്ക് തോന്നിയത് മാത്രമല്ല, അത് വളരെ ശരിയാട്ടോ, വളരെ ശരിയാണ്. പുള്ളി അങ്ങനെയാണ്. അമ്മയുടെ ശക്തി ഉണ്ട് അതിന്റെ പുറകില്. അമ്മ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വൈഫ് മോഹനയുടെ ഒരു വളരെ കൃത്യമായിട്ടുള്ള വീക്ഷണം, പ്ലാനിങ് എല്ലാം ഉണ്ട്. ഇൻബോൺ ട്രാവലറാണ് അദ്ദേഹം. നടക്കാതെ പോയ ആഗ്രഹം ജപ്പാനിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമെന്നാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ ഭാര്യ മോഹന പറഞ്ഞിട്ടുള്ളത്. അത് അമ്മേനെ ഇന്ന് കണ്ടപ്പോഴും പറഞ്ഞു. എന്നാ വെച്ചാല് എപ്പോഴും വിജയചേട്ടൻ അടുത്ത യാത്രയുണ്ട്. ഒരു യാത്ര പോകുമ്പോഴൊക്കെ അടുത്ത യാത്രകളുണ്ട്. അപ്പം ഇതിന്റെ തൊട്ടടുത്ത യാത്രയായിട്ട് ജപ്പാനിലേക്ക് പോകണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അത് നിറവേറ്റും. അങ്ങനെ യാത്രയോടെ പോകണം എന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. അത് അമ്മ ചെയ്യുകയും ചെയ്യും. കാരണം അത് വിജയചേട്ടന്റെ അത്ര തന്നെ അല്ലെങ്കിൽ അതിന് മേളിൽ ചങ്കറപ്പുള്ള ഒരു സ്ത്രീയാണത്. തളരും അല്ലെങ്കിൽ വളരെ പോയതിന്റെ ഒരു വിഷമവും അല്ലെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടെങ്കിലും ഭയങ്കര ഒരു അയൺ ലേഡിയാണ് അവര്. അപ്പൊ അമ്മ അത് ചെയ്യും. ഒരിക്കലും നമ്മൾക്കൊരിക്കലും ഒരു മനുഷ്യന്റെ ആഗ്രഹങ്ങൾ മൊത്തത്തിൽ പൂർത്തീകരിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അപ്പം പക്ഷെ അവസാനം പ്ലാൻ ചെയ്തൊരു കാര്യമുണ്ട്, ജപ്പാനിലേക്ക് പോകണം അല്ലെങ്കിൽ അങ്ങനെ കാണണം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ആഗ്രഹങ്ങൾ ഭയങ്കര വലുതാണ്. അത് നമുക്കൊന്നും പിടിച്ചാൽ കിട്ടാത്ത ആഗ്രഹങ്ങളുണ്ട്. അന്റാർട്ടിക്കയുടെ കാര്യങ്ങളിലും അല്ലെങ്കിൽ എങ്ങനെ ട്രാവൽ ചെയ്യണം, ഏതിൽ നിന്ന് എങ്ങോട്ട് ട്രാവൽ ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇതുണ്ട്. അപ്പം ഇത് എന്തായാലും അമ്മ എന്തായാലും ചെയ്യുന്നത് പോകും. അതിനുള്ള സ്ട്രെങ്ത് ഉണ്ട്, കറേജ് ഉണ്ട്, അതിനുള്ള മനസ്സുണ്ട്. അതിന്റെ ചുറ്റും നിൽക്കുന്ന ആൾ ഇപ്പം അവരുടെ മക്കള്, കൊച്ചുമക്കള്, ഇപ്പം മുരളിച്ചേട്ടനോ അല്ലെങ്കിൽ ഉഷ ചേച്ചിയോ മഞ്ജു ചേച്ചിയോ ഇവരെല്ലാരും ഈക്വലി സപ്പോർട്ടീവാണ് ഈ ഒരു കാര്യത്തിനോട്. എല്ലാരും അയ്യോ എന്റെ അരവിന്ദ് അത് ശരിക്കും ട്രൂലി ബ്ലെസ്ഡ് ആണ്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് ഭയങ്കര വലിയൊരു കാര്യമാണത്. ഹരിയുടെ ഒരു ഫിലിം മേക്കിംഗ് കരിയറിൽ ഹരി ഏറ്റവും അടുത്ത് നിന്ന് കണ്ട രണ്ട് വ്യക്തികളും എനിക്ക് തോന്നുന്നു അവരുമായിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞ ഒരു 6, 7, 8 വർഷങ്ങളായിട്ട് ഹരിയുടെ ഏറ്റവും വലിയൊരു പ്രോജക്റ്റും ഇതായിരുന്നല്ലോ. അടുത്തൊരു പ്രോജക്റ്റിലേക്ക് പോകുമ്പോൾ ഹരിക്കുണ്ടാവുന്ന ലേണിങ്സ് എന്തൊക്കെയാണ്? ഇതിൽ നിന്ന് ഹരി എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? എന്തിനെങ്കിലും വേണ്ടിയിട്ടാണ് ഒന്നും ചെയ്യുന്നത്. നമുക്ക് നമുക്ക് ഏറ്റവും ശരിയായതും ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റുന്നതെന്ന് തോന്നുന്ന കാര്യങ്ങളല്ലാതെ നമ്മൾ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഫിലിം മേക്കിങ്ങിന്റെ ആസ്പെക്റ്റിലൂടെ പറയുമ്പോൾ. അപ്പം അതുണ്ട് എനിക്ക് വളരെ ഷുവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ അന്ന് പറയാൻ തോന്നുന്നു, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിന്റെ സ്ട്രെങ്ത് അത് ഭയങ്കര. ഇപ്പൊ നമ്മൾ ഈ പറയുന്നത് വരെ എല്ലാ കാര്യം നമ്മൾ ചിലപ്പോൾ അബദ്ധങ്ങൾ വിളിച്ച് പറയുന്നുണ്ടാവും, ചിലപ്പം സ്ലിപ്പുകൾ വന്നിട്ടുണ്ടാവും. അതുവരെ നമ്മൾ കുറച്ചുകൂടെ ഭയങ്കര കോൺഷ്യസിൽ വേണം ചില കാര്യങ്ങൾ സംസാരിക്കാനും പറയാനും. അപ്പം അങ്ങനെ ഒരു മീഡിയത്തിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് വെറുതെ ഒരു കാര്യമല്ല നമ്മൾ ഒരിക്കലും പറയണ്ടേ. അത് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എപ്പോഴും നമ്മൾ ഓരോരോ വീട്ടിൽ ചെയ്യുമ്പോഴും ഒക്കെ. അപ്പൊ അങ്ങനെ ഒരു സംഭവം മനസ്സിലെപ്പോഴും കയറിയിട്ടുണ്ട്. ഇത് അടുത്തത് ചെയ്യുമ്പോൾ ഇപ്പം വിജയചേട്ടൻ്റെ കഴിഞ്ഞതിന് ശേഷം ചെയ്തത് ഒരു ഓണമാണെന്ന് പറയുന്നൊരു ഫിലിമാണ്. അതിനുശേഷം കമ്മിങ് ഹോം എന്ന് പറയുന്ന ഡോക്യുമെന്ററിയാണ്. ഇതെല്ലാം നമ്മൾ എന്തിനു വേണ്ടി ചെയ്യുന്നു? അടുത്ത ഇപ്പൊ ഒരു സിനിമയാണെങ്കിലും അപ്പം ആളുകൾ സമയം എടുക്കുമെന്ന് പറയും. ഞാൻ എന്തിനു വേണ്ടിയാണ് സമയം എടുക്കുന്നത്? സമയം അത് വളരെ ഒരു പ്രത്യേക ഒരു മെക്കാനിസം ആണല്ലോ സമയം. കാരണം നമ്മുടെ ജീവിതം ശരിയാക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുക എന്ന് പറയുന്നതിന് എനിക്ക് താല്പര്യം തോന്നിയിട്ടില്ല. നമ്മൾ ചെയ്യുന്നത് വഴി, നമ്മൾ ചെയ്യാവുന്ന ഉദ്ദേശവും കൂടെ ക്ലിയർ ആകുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നമുക്ക് കുറച്ച് സൗകര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
ഇല്ലെങ്കിൽ സഫറിങ് നമ്മുടെ പാഠപുസ്തകമാണ്. സഫറിങ് നമ്മൾ ഈ പോകുന്ന ജേർണിയാണ് നമ്മുടെ പാഠവും നമ്മുടെ അടിത്തറയും നമ്മുടെ എല്ലാം. അപ്പൊ അത് കഴിവതും എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. ആ എൻജോയ് എന്ന് പറയുന്നതിനകത്ത് സഫറിങ്ങും അല്ലെങ്കിൽ വേദനയും ഒക്കെ എൻജോയുടെ ഭാഗം തന്നെയാണ്. അപ്പം അതിന്റെ ഏറ്റവും ടോപ്പ് ലെയറിൽ നിൽക്കുന്ന ഈ ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ ഈ പറയുന്ന വേദനയും നമുക്ക് നഷ്ടപ്പെടുന്നതും എല്ലാം അതിനകത്ത് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പാഠമുണ്ട്, അത് വലിയ പാഠമാണ്. സാധാരണ ഈ യാത്ര ചെയ്യുന്ന ആളുകളുടെ ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിലും യൂട്യൂബ് ചാനലിലൊക്കെ ആണെങ്കിലും ഒരു വരുന്നൊരു കമൻ്റ് ഉണ്ട്, എനിക്ക് നിങ്ങളെ പോലെ യാത്ര ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്ന സാധാരണക്കാരായ ആളുകൾ മുതൽ ഒരുപാട് പണമുണ്ട്, ആ പണം കയ്യിൽ വെച്ചിട്ടും താമസിക്കുന്ന സ്ഥലത്തിനപ്പുറത്തേക്ക് യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ യാത്രയുടെ രീതികൾക്കൊന്നും വഴങ്ങാത്ത ആളുകൾ വരെയുള്ള ഒരു വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ടല്ലോ. വിജയനും മോഹനയും അവർക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ അവരോട് പറയുമ്പം എപ്പോഴും ഹരിയുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കാം. വിജയൻ ഒരിക്കലും ആളുകളോട് യാത്രകൾ ചെയ്യണം, അല്ലെങ്കിൽ വിദേശ യാത്രകളോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും യാത്രകൾ ചെയ്യണമെന്നൊന്നും ഇല്ല, എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഞാനുള്ള സംസാരത്തിൽ ചിലപ്പോൾ ആളുകൾ പറയുന്നുണ്ടായിരിക്കും, പക്ഷെ അങ്ങനെ ഒരു മനുഷ്യനല്ല വിജയൻ ചേട്ടൻ. വിജയൻ ചേട്ടൻ പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഇൻഷുറൻസിന്റെ ഏറ്റവും ആദ്യത്തെ ലൈൻ, അതായത് വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നതും തിരിച്ചു വരുന്നതും യാത്രയാണ്. ഈ യാത്രകൾ അവസാനിക്കുമ്പോൾ എൻ്റെ ജീവിതം അവസാനിക്കുന്നു. കാരണം യാത്ര എന്താണ്, ജീവിതം എന്താണ്? ഇപ്പൊ യാത്ര എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ അത് മതി. കാഴ്ചകളാണോ നമ്മളെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഈ കണ്ണിന് എന്താ സുഖം വരുന്ന, അല്ലെങ്കിൽ നേച്ചറോ ബിൽഡിങ്ങുകളോ വസ്ത്ര രീതികളോ അതൊക്കെയാണോ യാത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും യാത്രയാണ്. യാത്ര എന്താണെന്ന് ചോദിച്ചാൽ മതി. അതിപ്പം ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല എന്ന് പറയുന്ന ആളുകൾക്ക് അത് അവിടെ ഇരിക്കട്ടെ, ചിലപ്പം പല പല കാര്യങ്ങളുണ്ടാവും. ചിലപ്പം അസുഖം ബാധിച്ച ആളുകളോ അല്ലെങ്കിൽ അങ്ങനെ പല പല ഒരിക്കലും കാണാൻ കഴിയാത്ത, ഇപ്പം കണ്ണ് കാണാൻ കഴിയാത്ത, അവരുടെ യാത്ര വേറെ രീതികളില്ല, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അപ്പുറത്തെ രീതിയിൽ യാത്രകൾ ചെയ്യുന്ന ആളുകളാണ് അവരെല്ലാം. അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കണ്ട. പക്ഷെ വീടിന് തൊട്ട് പുറത്തോട്ട് ഇറങ്ങുന്ന ആളുകൾ ചെയ്യുന്നത് യാത്ര തന്നെയാണ്. പക്ഷെ അവർ മനസ്സുകൊണ്ട് എന്തെങ്കിലും കാണുന്നുണ്ടെന്നുള്ളൊരു സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ആ യാത്രയിൽ കാണുന്നത് മതി. ആ യാത്രകളിൽ മനസ്സുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ തന്നെ മതി. അത് വലിയ അനുഭവങ്ങളാണ് സാധനങ്ങളെല്ലാം. അപ്പം യാത്ര അത്രേ ഉള്ളൂ. യാത്ര ഒന്നും കണ്ണുകൊണ്ട് ചുമ്മാ കാണുന്ന ഒന്നുമല്ല യാത്ര. അത് തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്തിട്ടുള്ളത്. അതായത് ജീവിതം ഇതാണ്. എന്നെ വിജയൻ ചേട്ടൻ എന്ന് പറയുന്നത് എന്താണ്, ഈ യാത്രകൾ ചെയ്യുന്നു, ചായകൾ ഉണ്ടാക്കുന്നു. പക്ഷെ അതിനുള്ളിലേക്ക് പോകുമ്പോഴാണ് ആ യാത്ര ആരംഭിക്കുന്നത്. എന്താണ് ഈ മനുഷ്യൻ, അല്ലെ എന്താണ് ഇവർ ചെയ്തതെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ആരും യാത്ര ചെയ്യാതിരിക്കുന്നില്ല. അത് ശരിക്കും യാത്ര ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്, മനസ്സുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ക്വാളിറ്റി അത് ചിന്തിച്ചാൽ മതി. കാര്യം ഇപ്പോഴത്തെ കാലത്ത് ഒന്നാമതേ ഈ സോഷ്യൽ മീഡിയയും ഇൻസ്റ്റാഗ്രാമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ ഫ്രസ്ട്രേഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്താ വെച്ചാൽ യാത്രകൾ എന്ന് പറയുന്നത് ലിറ്ററലി അത് എടുത്തിരിക്കുക, അതായത് പെരിഫറിയിൽ നിന്ന് മാത്രം എടുത്തിരിക്കുക. അപ്പം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് കുറെ പേര് പല സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട്, യാത്ര സുഖം, അങ്ങനെ പലവധി അവർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ പറയുന്ന ഇഷ്ടംപോലെ സുഹൃത്തുക്കളും അങ്ങനെ. അത് ഭയങ്കര നിരാശജനകമാണ്. ഒരിക്കലും എത്താൻ പറ്റുമല്ലോ നമുക്ക് എല്ലാവർക്കും. അതായത് ഇന്ന് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് വിട്ടേക്ക്. ഇന്ന് എത്താൻ പറ്റുന്നില്ലെങ്കിൽ നാളെ എത്താൻ പറ്റും. അത് പറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇന്നത്തെ കാര്യം മര്യാദയ്ക്ക് ചെയ്താൽ എത്തിക്കോളും എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ജീവിച്ചു പോവാം. വിജയേട്ടൻ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം ഇൻട്രസ്റ്റിംഗ് ആണ്. വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നതും ഉള്ളിലോട്ട് വരുന്ന യാത്രയാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ യാത്ര അവസാനിച്ചു. കാരണം ഒരിക്കലും വിജയൻ അഡ്വൈസ് അങ്ങനെ കൊടുക്കത്തില്ല, നിങ്ങൾ യാത്ര ചെയ്താലേ ശരിയാവുള്ളൂ. യാത്ര ചെയ്യുന്നുണ്ട് മനുഷ്യൻ 100%. അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. മനസ്സിലാക്കി. ഇപ്പം മൂന്നാറൊക്കെ എൻ്റെ ചില സുഹൃത്തുക്കൾ മൂന്നാർ വരുമ്പം, ഞാൻ മൂന്നാർ ഇടയ്ക്കിടയ്ക്ക് പലപ്പോഴും പോയിട്ടില്ല, പല സ്ഥലങ്ങളിൽ. ഇപ്പം ഞാൻ ചുമ്മാ എൻ്റെ സുഹൃത്ത് ചായ കുടിക്കാനായിട്ട് ഞാൻ വെറുതെ ചുമ്മാ ബസ് കയറിയിട്ടാണ് പോണേ. അപ്പം അങ്ങനെയൊക്കെ പോയി കുടിച്ച് തിരിച്ചു വരും, അല്ലെങ്കിൽ ടോപ്പ് സ്റ്റേഷനിൽ പോയിട്ട് കുറച്ച് ഇരുന്നിട്ട് തിരിച്ചു വരും. അപ്പം എന്നോട് ചോദിക്കാറുണ്ട് മൂന്നാറിൽ പോകുമ്പോൾ എവിടെയൊക്കെയാണ് കാണാനുള്ളത്. അപ്പം എന്നെ ഭയങ്കര കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ എൻ്റെ ജീവിതത്തിലത്.
എന്താ കാണാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അനുഭവിക്കാൻ ആ ഒരു സുഖം, ആ ഒരു വ്യത്യസ്തമായ ഒരു ക്ലൈമറ്റോ അല്ലെങ്കിൽ എന്തൊക്കെയോ അനുഭവിച്ചിട്ട് തിരിച്ചു വരാം എന്നല്ലാതെ എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം താജ്മഹൽ കാണാൻ പോയി കണ്ടോളൂ എന്ന് പറയാം. ഇപ്പം ആഗ്ര താജ്മഹൽ കണ്ടോ, അത് കണ്ടോ. ഇപ്പം മൂന്നാർ പോയി കഴിഞ്ഞാൽ ഇപ്പം മലനിരകളും അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളും മഞ്ഞും മനുഷ്യനും അവിടുത്തെ സൗഹൃദങ്ങളും ചായയും കാപ്പിയും അതൊക്കെ കുടിച്ചിട്ടൊക്കെ തിരിച്ചു വരിക. അതാണ് എന്റെ കഥ. പക്ഷെ എന്നോട് അപ്പൊ അങ്ങനെ ഒരു അഡ്വൈസ് ചോദിക്കാൻ പറ്റിയ ആളുമല്ല നമ്മളാരും. അപ്പം അതൊരു അനുഭവമാണ്. എല്ലാ സ്ഥലങ്ങളും ഒരു അനുഭവമാണ്. ഇപ്പം ഡൽഹി പോയി കഴിഞ്ഞാല് മാർക്കറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെയൊക്കെ യാത്രകളൊക്കെ ഉണ്ട്, ഈ പറഞ്ഞ പോലെ മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് പോകുന്ന, അതൊക്കെ ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസാണ്. ഒന്നും മിസ്സാവുന്നില്ല നമുക്ക്. ഒരുപാട് നന്ദി ഹരി. നമുക്ക് യാത്രയെക്കുറിച്ച് അല്ലെങ്കിൽ യാത്രകൾ എങ്ങനെയാണ് എന്ന് നമ്മളെ മനസ്സിലാക്കാനും ഒക്കെ വളരെ സാധാരണക്കാരായ രണ്ടുപേര്, ഒരുപാട് പേര് അവരെക്കുറിച്ച് പറയുകയും എഴുതുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഹരി അവരെ ലോകത്തിന് മുന്നിൽ കാണിച്ചത് ഹരിയുടേതായ ഒരു രീതിയിലാണ്. അത് ഒരുപാട് പേർക്ക് പ്രചോദനമാകുകയും ഇപ്പോഴും അവരെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. രണ്ട് മനുഷ്യരെ സംബന്ധിച്ചോളം അവർക്ക് നമ്മൾ മനുഷ്യനെ ഡോക്യുമെന്റ് ചെയ്യാൻ വലിയ പാടാണ് അല്ലേ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഒരു ഡോക്യുമെന്ററിക്കുള്ളിൽ ഒതുക്കാവുന്ന ആൾക്കാരല്ല, പക്ഷെ എന്നാലും ഒരുപാട് ആളുകൾക്ക് അതൊരു പ്രതീക്ഷയാണ്. അപ്പൊ അങ്ങനെ ഒരു ആ ഒരു ഉദ്യമത്തിനും അല്ലെങ്കിൽ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സ്വകാര്യമായ ഒരു കാര്യമാണ് ഫിലിം മേക്കിംഗ് എന്ന് ഹരി എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഹരിക്ക് എല്ലാ ആശംസകളും. ചെറിയ വരുമാനത്തിൽ നിന്ന് യാത്രകൾ ചെയ്തു തുടങ്ങിയ ശ്രീ വിജയനെയും അദ്ദേഹത്തിൻ്റെ പത്നി മോഹനയെക്കുറിച്ചും ഇൻവിൻസിബിൾ വിങ്സ് എന്ന ഡോക്യുമെൻ്ററി തയ്യാറാക്കിയ ഹരി എൻ മോഹനാണ് നമ്മളോട് സംസാരിച്ചത്. ഈ ഡോക്യുമെൻ്ററി യൂട്യൂബിൽ നിങ്ങൾക്കും കാണാവുന്നതാണ്. മറ്റൊരു എപ്പിസോഡുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി.